ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കുറേ സിനിമകൾ വരും. അവരുടെ ഒരു തുടക്കകാലത്ത് നമുക്കറിയാം, അവർ ഡോക്ടർ പശുപതിയൊക്കെ, അപ്പോൾ ഡോക്ടർ പശുപതി പോലത്തെ സിനിമകളൊക്കെ ഒരു ഹ്യൂമർ ആ ഒരു രീതിയിലേക്ക് സിനിമയാണ്. ഇവരുടെ ഒരു കൂട്ടുകെട്ട് ശരിക്ക് മലയാള സിനിമാ ലോകത്ത് തന്നെ ഞെട്ടിച്ച ഒരു സിനിമ എന്ന് പറയുന്നത് തലസ്ഥാനമാണ്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ നമുക്കറിയാം ഒരുപാട് സിനിമകൾ. അപ്പോൾ ഇന്ന് ഞാൻ മെയിനായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് ദി കിങ് എന്ന് പറയുന്ന സിനിമ. അപ്പോൾ അതിലെ കുറച്ച് അന്നത്തെ കുറച്ച് ന്യൂസ് പേപ്പർ കട്ടിങ്സിൻ്റെ ഒക്കെ കുറച്ച് ഒരു ഇത് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു. ഇതിൽ 50-ാം ദിവസം, 85-ാം ദിവസം, 75-ാം ദിവസം, 101-ാം ദിവസം, അങ്ങനെ കുറേ ഉണ്ട്. അത് ശരിക്കും നമുക്കറിയാം നവംബർ മാസം, ഈ 95 നവംബർ മാസമാണ് ആ സിനിമ ഇറങ്ങിയത്. രഞ്ജി പണിക്കരുടെ തന്നെ പലപ്പോഴും ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്, രഞ്ജി പണിക്കരുടെ സിനിമകളെന്ന് പറയുമ്പോൾ എന്നും അതായത് സെൻസർ പ്രശ്നങ്ങളില്ലാത്ത ഒരു സിനിമയും അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ കിങ്ങും ഏകദേശം അതുപോലെ തന്നെയാണ്. നമുക്കൊക്കെ ഇന്ന് കിങ് എന്ന് പറയുന്നൊരു സിനിമ നമ്മളിപ്പോൾ ഇന്ന് എടുത്ത് കാണുമ്പോൾ നമുക്കറിയാം അതിൽ അതായത് അതിൽ രഞ്ജി പണിക്കർ പറഞ്ഞിട്ടുള്ള പൊളിറ്റിക്സും അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അന്ന് ആ സിനിമ ശരിക്കും മമ്മൂട്ടി, ഇവർ ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ അവരുടെ ഒരു ടീമിലേക്ക് മമ്മൂട്ടി വന്ന, അല്ലെങ്കിൽ ആ മമ്മൂക്കെ വെച്ച് ഇവർ ആദ്യമായിട്ട് ചെയ്ത ഒരു സിനിമയാണ്. അതിന് മുമ്പ് ഏകലവ്യൻ എന്ന് പറയുന്ന ഒരു സിനിമ അന്ന് മമ്മൂക്ക റിജക്റ്റ് ചെയ്ത ഒരു സിനിമയാണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്ക് അന്ന് ഏകലവ്യൻ, മമ്മൂട്ടി, സുരേഷ് ഗോപി ഇങ്ങനെയായിരുന്നു. പിന്നീട് മമ്മൂട്ടി പിന്മാറിയപ്പോഴാണ് ആ വേഷത്തിലേക്ക് സുരേഷ് ഗോപി വരുന്നതും സുരേഷ് ഗോപിക്ക് വെച്ചിരുന്ന റോള് സിദ്ദിഖ് ചെയ്തതും. നമുക്കറിയാം സിദ്ദിഖിൻ്റെ ക്യാരക്ടർ വളരെ, അതിന് തുടക്കമൊക്കെ സിദ്ദിഖാണ്. ഏകദേശം ഇൻ്റർവെല്ലിൽ കുറച്ചും ഒരു 10-20 മിനിറ്റ് മുമ്പ് എന്താണ് ഈ പറയുന്ന ഏകലവ്യനിലെ സുരേഷ് ഗോപിയുടെ ക്യാരക്ടർ വരുന്നത്. അതിന് മുമ്പ് സിദ്ദിഖ് തന്നെയാണ് തുടക്കമൊക്കെ. സിദ്ദിഖിനാണ് അതിൽ ഹീറോയിൻ ഉണ്ട്, നമുക്കറിയാം ഒരു സോങ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ശരിക്ക് ഏകലവ്യൻ സംഭവിച്ചതുകൊണ്ടാണ് പിന്നീട് സുരേഷ് ഗോപി വെച്ച് ഇവർക്ക് കമ്മീഷണർ ചെയ്യാനുള്ള ഒരു ധൈര്യമൊക്കെ കിട്ടി, മാഫിയ കിട്ടി, അതൊക്കെ ഹിറ്റായി മാറി.